ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഇത് നമ്മളെ ഹാർഡ് കോർ സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ നമ്മൾ പറഞ്ഞാൽ ഒരു എക്സ്പ്ലോറിങ്ങിന് പോകണമെന്ന് കരുതുന്നത്. എക്സ്പ്ലോറിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ ഷീൽഡ് വേണം. കാരണം ഷീൽഡില്ലാതെ ഇപ്പോൾ ടോട്ടം പോലും കജ്ജിലില്ല. അപ്പോൾ ഷീൽഡില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചാകും. കാരണം മറ്റേതൊന്നും ഇല്ല, ആർമറൊന്നുമില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചാകും. അതുകൊണ്ട് ഷീൽഡ് കജ്ജി പിടിച്ചാൽ പിന്നെ നമുക്ക് വേണ്ടാത്തൊക്കെ പെട്ടെന്ന് വെക്കുകയും ചെയ്യാം. വേണ്ടത് ഫുഡൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഫുഡാണ്. ഈ ഷീൽഡ് എടുത്ത് കജ്ജി പിടിച്ചു എക്സ്പ്ലോറിങ്ങിന് പോയി ആ സൈഡിൽ കൂടെ പോകാനാണ് കരുതുന്നത്. ആ സൈഡിൽ കൂടെ പോയിട്ട് ഒരു വില്ലേജ് കൂടി കണ്ടുപിടിച്ചതൊക്കെ ഉണ്ട്. കാരണം നമ്മളുടെ ആകെ ഒരു വില്ലേജറുള്ളൂ. കാരണം ഒരു രണ്ട് വില്ലേജർ ആകെ ഈ വില്ലേജിൽ ഉണ്ടായിരുന്നത്. ഒരു വില്ലേജറിനെ വെച്ചാൽ സോംബി കൊണ്ടുപോയി. ഇപ്പോൾ ആകെ ഒരു വില്ലേജറുള്ളൂ. അതെന്താ അത് വില്ലേജർ ഔട്ട് പോസ്റ്റ് അല്ലേ? അല്ല, തോട്ടത്തിലില്ല. ഇപ്പോൾ കുറച്ച് നേരത്തെ തോട്ടത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഡേർട്ട് വേണം. ഡേർട്ട് വെച്ചിൻ്റെ കയ്യിലില്ലേ, കാരണം അവർക്ക് ഇതായി പോകണം. നമുക്ക് കുറച്ച് ഡേർട്ട് മൈൻഡ് ചെയ്യാം. ഈ അത്യാവശ്യത്തിൻ്റെ ഡേർട്ട് ഇപ്പോൾ ഞാൻ ഒരു സ്റ്റാക്കിന് മേലെ ഇപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുറച്ചുകൂടി ഒരു അയണല്ലേ, അയൺ നമുക്ക് എന്തായാലും ഇപ്പോൾ വേണം. കാരണം ടൂൾസും അതും എല്ലാതും ഇപ്പോൾ തൽക്കാലത്തിന് അയണാക്കണം. ഇനി കുറച്ചുകൂടി അയൺ വേണം. മൈനിങ്ങിനൊക്കെ നമുക്ക് പിന്നെ പോകാം. ഈ അയൺ കുറച്ച് ഒട്ടിച്ചിട്ട് എങ്ങനെയും ആദ്യം തന്നെ കുറച്ച് ഒരു ആർമറും ടൂൾസും എങ്ങനെയും അയൺ ആർമർ ആക്കാൻ പറ്റുമോ നോക്കണം. അതും സെറ്റായ കുറച്ചിനും ഒരു ധൈര്യത്തിൽ പുറത്തൊക്കെ ഇറങ്ങി നടക്കുക. ഇതിപ്പോൾ കുറച്ച് പുറത്തൊക്കെ പേടിയാണ്. ഹാർഡ് കോറാണ്. അപ്പോൾ എവിടെയും പുറത്ത് അവിടെ കഴിഞ്ഞൊക്കെ ഇത് കഴിഞ്ഞിട്ട് നേരണ്ട് അതിൻ്റെ മേലെ കയറിയാണ്ട് അതിൻ്റെ മേലെ നിന്ന് സാധാരണ എൻചാൻറ്റും ഇതൊക്കെ കിട്ടണം. എന്താ പറയുക, ബോട്ടിൽസൊക്കെ കിട്ടണത്. ഓരോന്ന് വെച്ചാൽ ഓരോ അഡിക്റ്റ് അതിന് നല്ല ഇഷ്ടം. ഒരു ലോങ് കണ്ട് ഇൻക്ലൂഡ് അതുകൊണ്ട് വലിയ അത് നോക്കി നിൽക്കാം. ഞാൻ കരുതുന്നത് ഒരു എന്താ ഇപ്പോൾ ഇതാക്കി പോകാനാണ്, ഫ്രിഡ്ജ് ഉണ്ടാക്കി പോകാനാണ് കരുതുന്നത്. പിന്നെ അതിൻ്റെ മേലൊക്കെ പോയി ഇറങ്ങാൻ കരുതുന്നത്. ഓൽക്കാർക്ക് റീച്ചാവും. അത് ഓലാരും കാണില്ല കരുതുക. അവിടെ വെച്ചാൽ മറ്റേ ആ വലിയ തലല്ലോരുണ്ട് കൊണ്ട് ആ ബാനർ വെച്ച് ഓനെ കൊന്നാലും നമുക്കൊരു ബോട്ട് കിട്ടും. ഷിപ്പിന് റിസ്ക് എടുക്കാൻ നിൽക്കില്ല. ഓൻ എന്തായാലും കൊല്ലാന്നൊന്നും കരുതുന്നില്ല. അവിടെ പോയിട്ട് അവിടെ എന്തായാലും ഉണ്ടോ നോക്കണം. പിന്നെ എന്തായാലും നമുക്ക് ഒരു സമയത്ത് അങ്ങോട്ട് പോകേണ്ടതാണ്. ഒരു വഴി ഉണ്ടാക്കൊക്കെ ഈ അടുത്ത് തന്നെ നമ്മൾ റൈഡ് ഫാമും പിന്നെ ഒരു അയൺ ഫാമും ഉണ്ടാക്കുന്നുണ്ട്. ഇനി ബ്രിഡ്ജ് ചെയ്ത് അങ്ങോട്ട് പോകണം. അതിൻ്റെ ഇടയിൽ ഇച്ചിരി നെറ്റിനൊക്കെ പ്രശ്നമുണ്ട്. ഒരു ചെറിയ ഇതുണ്ട്. ബ്രിഡ്ജ് ചെയ്ത് അങ്ങോട്ട് എത്തട്ടെ. ഗൈസ്, നമ്മളിതാ ബ്രിഡ്ജ് ഇതിൻ്റെ മുകൾക്ക് എത്തിനെ എന്തോരം കുറച്ച് ഓവറായിപ്പോയി. ഒരു ഡൗട്ട് ഹൈറ്റ് ചെയ്ത് മേലേക്ക് നല്ലോണം ആയിപ്പോയി. ഞാൻ അടിയിൽ ചാടുമ്പോൾ എന്തെങ്കിലും പോകുന്നൊരു പേടിയുണ്ട്. കുറച്ച് ഒന്ന് ഫുഡ് വെച്ചിട്ട് ഒന്നുകൂടെ കൊണ്ട് പിടിച്ചില്ല. ചാടുക അടിയിലെത്തുമ്പോൾ ഒരു ബ്ലോക്ക് ഇടണം. നമുക്ക് രണ്ട് നാട്ടിൽ പോയി എന്തൊക്കെയുണ്ട്. പിന്നെ അപ്പുറത്തൊരു അലയുണ്ട്. അപ്പുറത്തൊരു സാധനത്തിലൊരു അലയുണ്ട്. ഞാൻ അവിടെ ലോങ് തന്നെ കണ്ടു. ഇവിടെ പൊളിച്ചിട്ടാണ് നേരത്തെ നോക്കിയത്. ഇതിന് മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു. സൗണ്ട് കേൾക്കേണ്ടി വരും. ചാടുമ്പോൾ തന്നെ കുറച്ച് കാട്ട് പോകും. അത് കഴിഞ്ഞിട്ട് പോലെ അടിക്കും കുറച്ച് കാട്ട് പോകും. നമ്മൾ താടിൽ ഈ ഒരൊറ്റ ഷീൽഡാണ്. ഒറ്റ ആർമർ പോലും ഇല്ല. ടെസ്റ്റ് റേറ്റിൽ ഒരു തേങ്ങയില്ല. ചാടുക, ഷീൽഡ് പിടിക്കുക, എന്നിട്ട് ആരെങ്കിലും കൊടുക്കുക. പിന്നെ ആ സ്റ്റെപ്പ് അടക്കണം നമുക്ക്. അപ്പോൾ തന്നെ എല്ലാവരും കയറിയേക്കാൻ നമുക്കിത് പെട്ടെന്ന് നടക്കാം. നീ ആരും ഇല്ലാന്ന് കരുതുക. നമുക്ക് ചുറ്റും എന്തെങ്കിലും മുമ്പ് കിട്ടും. സാധ്യത നോക്കുകയാണ്. എന്നാലും വെറുതെ നോക്കുക. ഡബിൾ ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. ജസ്റ്റ് ടെംപ്ലേറ്റ് അടിയാണ്. അത്രേ ഉള്ളൂ. ഇത് കുഴപ്പമില്ലാത്തൊരിതാണ്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ എന്തായാലും അതൊന്നും ഇടാൻ പോകുന്നില്ല. ആयोग കിട്ടിയിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് അയൺ കിട്ടി. അത്യാവശ്യം ഉപയോഗമുണ്ട് ഇപ്പോൾ നമ്മളിപ്പോഴത്തെ സാഹചര്യമാണ് നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പം കടക്കാം.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനാണ് ഞാൻ കരുതുന്നത്. ലോങ് അയക്കണം. അപ്പോൾ ശരി, ബൈ.